അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 100% ഹെയർ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നസ്മി. അപ്പോൾ ഇന്നത്തെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ചൊരു ഹെയർ ഗ്രോത്ത് ഹാക്സിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുപാട് ഹെയർ കെയറും അതുപോലെ ഹെയർ ടിപ്സൊക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഹെയർ ഗ്രോത്ത് ഹാക്സും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഹെയർ ഗ്രോത്ത് ഹാക്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യണേ. അപ്പോൾ വീഡിയോയിലോട്ട് പോകും. അതിൽ ഫസ്റ്റ് കണ്ടെന്ന് പറയുന്നത് എപ്പോഴും മസാജിങ് ആണ്. നമ്മുടെ സ്കാൽപ്പിനെ നമ്മൾ എത്രത്തോളം മസാജ് ചെയ്യുന്നു അത്രയും ഇതായിട്ട് തന്നെ ആയിരിക്കും നമ്മുടെ ഹെയർ ഗ്രോത്ത്. അതായത് നമ്മളിങ്ങനെ സ്കാൽപ്പിന് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ആ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന വഴി നമ്മുടെ ഹെയറിലേക്ക് വരുന്ന ബ്ലഡിൻ്റെ അളവും കൂടും. ഹെയറിലേക്ക് ഒഴുകുന്ന ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് അവിടെ ഹെയർ ഗ്രോത്ത് നല്ലോണം ഉണ്ടാവും. അതുപോലെ ഈ മസാജ് ചെയ്യുമ്പോൾ വീക്ക്ലി വൺസൊക്കെ ഒരു ഒനിയൻ ജ്യൂസ് ട്രൈ ചെയ്യാൻ നോക്കുക. ഒനിയൻ ജ്യൂസ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. കാരണം നല്ല ബെസ്റ്റ് റിസൾട്ടുള്ളൊരു സാധനമാണ് ഒനിയൻ ജ്യൂസ്. അപ്പോൾ അത് ഒന്ന് യൂസ് ചെയ്തിട്ട് ഒറ്റ തവണ, ആഴ്ചയിൽ ഒരു തവണയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. അതുപോലെ ഒരു 15-20 മിനിറ്റൊക്കെ രാത്രിയും രാവിലെയും നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. മസാജിങ് ഏറ്റവും മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ വേറൊന്ന് പറയുന്നത്, നമ്മൾ ഹെയർ മാസ്കുകൾ ട്രൈ ചെയ്യുക. ഹെയർ മാസ്ക് എന്ന് പറയുന്നതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് എഗ്ഗും കേടും വെച്ചിട്ടുള്ളൊരു ഹെയർ മാസ്ക് ഉണ്ട്. പിന്നെ കഞ്ഞിവെള്ളവും ഉലുവയും വെച്ചിട്ട്. അപ്പോൾ ഈ എഗ്ഗും കേടും വെച്ചിട്ടുള്ളത്, എഗ്ഗും കേടും വെച്ചിട്ടുള്ള ഹെയർ മാസ്ക് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളോ അല്ലാന്നുണ്ടെങ്കിൽ അലോവേര ജെല്ലോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഹെയർ ഓയിലാണോ ആ ഹെയർ ഓയിലും കൂടെ കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ട് തേക്കുന്നത് നല്ലതായിരിക്കും. അതൊരു അരമണിക്കൂറൊക്കെ വെച്ചാൽ നല്ലത്. അല്ല അതിൻ്റെ മുമ്പേ നമുക്ക് വാഷ് ചെയ്ത് കളയാം. ചിലവർക്ക് അധികം നേരം അങ്ങനെ തലയിൽ വയ്ക്കാനാകുകയില്ല. പെട്ടെന്ന് ഈ തണുപ്പൊക്കെ അറിയിട്ട് അല്ലാണ്ട് കുഴപ്പം വരുന്നവരൊക്കെ ഉണ്ടാവും. അവരൊരു 15 മിനിറ്റൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. വാം വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക. പിന്നെ കഞ്ഞിവെള്ളം ഉലുവയെന്ന് പറയുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ ഉലുവ ഇട്ട് വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയോ നമ്മൾ എപ്പോഴാണ് ഹെയർ വാഷ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അപ്പോൾ എടുത്ത് നല്ലപോലെ അരച്ച് നല്ല പേസ്റ്റാക്കി എടുത്ത് നമ്മുടെ ഹെയറിൽ മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഈ 2 ഹെയർ മാസ്കും എനിക്ക് നല്ലോണം മാറ്റം വരുത്തിയിട്ടുള്ളതാണ്. എൻ്റെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഹെയർ മാസ്കുകളാണ് ഈ എഗ്ഗും കേടും വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഉലുവയും വെച്ചിട്ടുള്ള ഹെയർ മാസ്കുകൾ. ഞാൻ പറഞ്ഞല്ലോ കഞ്ഞിവെള്ളം ഉലുവയും വെച്ചിട്ടെന്ന്. കഞ്ഞിവെള്ളം തന്നെ നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുന്നത് നല്ലത്. കഞ്ഞിവെള്ളത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ കഞ്ഞിവെള്ളം തന്നെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഡയറക്റ്റ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. അല്ലാണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഉലുവ യൂസ് ചെയ്യാണ്ട് തന്നെ ഉപയോഗിക്കാം. അതുകൊണ്ട് കഞ്ഞിവെള്ളം എങ്ങനെയെങ്കിലുമൊക്കെ ഏത് രീതിയിൽ, ഇപ്പോൾ കഞ്ഞിവെള്ളം കറ്റാർ വാഴ ചേർത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ആക്കാം. കഞ്ഞിവെള്ളം തനിയെ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പോൾ കഞ്ഞിവെള്ളവും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒനിയൻ ജ്യൂസ് പോലെ തന്നെ റിസൾട്ട് തരുന്നൊരു സാധനമാണ് കഞ്ഞിവെള്ളം. അപ്പോൾ അതും ഡെയിലി യൂസ് ആക്കണം എന്നൊരിക്കലും പറയില്ല. ഡെയിലി യൂസ് ആക്കരുത്. ഡെയിലി നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ പറ്റില്ല. ഒരു വീക്കിലി ഒരു 2 or 3 times ഒക്കെയാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ തന്നെ പാടും. അപ്പോൾ അങ്ങനെ വാഷ് ചെയ്യുന്ന ടൈമിൽ ഈ കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ മാസ്കുകളോ ഒക്കെ യൂസ് ചെയ്യുക. ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ ഒനിയൻ ജ്യൂസും നല്ലോണം സ്കാൽപ്പിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് നമ്മുടെ ഓയിൽ യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിലോ കാസ്റ്റർ ഓയിലോ ഒലിവ് ഓയിൽ ഏത് തന്നെ ആയിക്കോട്ടെ, ഓയിൽ യൂസ് ചെയ്യണം. തീരെ നമ്മുടെ ഹെയറിൽ
എണ്ണ ഇല്ലാണ്ടായാൽ നമ്മുടെ ഹെയർ ആകെ ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ട് പിന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകില്ല. പക്ഷേ മാസങ്ങളും വർഷങ്ങളോളം ഈ ഹെയറിൽ എണ്ണ യൂസ് ചെയ്യാണ്ട് തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളവരുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചാൽ പറയുന്നത്, ഹെയർ ഗ്രോത്തിന് ഓയിൽ നല്ലതാണ്. കാസ്റ്റർ ഓയിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. പിന്നെ ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് നോക്കുക. ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നതും നല്ലതാണ്. നമ്മുടെ സ്കാൽപ്പിന് നല്ലൊരു കൂളിംഗ് കിട്ടുന്ന, എനിക്കങ്ങനെ അനുഭവപ്പെടാറുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഹെയർ എപ്പോഴും ഡ്രൈ ആയി പോവാതിരിക്കാൻ നോക്കുക. അതാണ് മെയിനായിട്ട് വേണ്ടത്. ഹെയർ ഡ്രൈ ആയി പോകുന്നിടത്തോളം നമ്മുടെ ഹെയർ ഡ്രൈ ആയി പോകുമ്പോൾ എന്താവും, നമ്മുടെ ഹെയറിൻ്റെ സ്ട്രെങ്ത്ത് കുറയും. അപ്പോൾ പെട്ടെന്ന് ബ്രേക്കേജ് ഉണ്ടാവും. അതുപോലെ ഹെയർ ലോസ് വരും, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൊണ്ട് ഹെയർ ഡ്രൈ ആയി പോവാതെ എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹെയർ ആയിട്ടിരിക്കണം. അപ്പോൾ അതിന് ഇങ്ങനെ നമ്മൾ ഓരോ സ്കാൽപ്പ് മസാജ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം. പിന്നെ ഈ മാസ്കുകൾ യൂസ് ചെയ്യുന്നതിലും ഒക്കെയും ശ്രദ്ധിച്ച് ആയിക്കഴിഞ്ഞാൽ നല്ലത്. അതിൽ ഓയിൽ മസാജും അതേപോലെ തന്നെ ചെയ്യാം. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഹെയറിൽ ഉണ്ടാകുന്ന ഒന്നാണ് സ്പ്ലിറ്റ് എൻഡ്സ്. ഈ സ്പ്ലിറ്റ് എൻഡ്സ് വന്നു കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകില്ല. ഹെയർ ഗ്രോത്ത് ഉണ്ടാകില്ല എന്നല്ല, നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു 10 ദിവസം കൊണ്ട് വളർന്നിരുന്ന മുടിയാണെന്നുണ്ടെങ്കിൽ ആ മുടി വളരാൻ ഒരു മാസത്തോളം സമയമെടുക്കും. സ്പ്ലിറ്റ് എൻഡ്സ് വരുമ്പോൾ ഹെയർ ഗ്രോത്തിൻ്റെ ടൈം കൂടും. അപ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം ട്രിം ചെയ്ത് കളയണം. അത് 2 മാസം കൂടുമ്പോൾ ചെയ്താലും മതി. അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവും. അപ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കണ്ടെത്തി അത് ട്രിം ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ഹെയർ ഗ്രോത്ത് ചെയ്യുകയാണെങ്കിലും ചെയ്യാൻ വേണ്ടി. അതിനേ കാര്യം ഉണ്ടാവും. അപ്പോൾ റെഗുലറായിട്ട് സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടെങ്കിൽ കണ്ടെത്തിയിട്ട് അത് ട്രിം ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഉള്ളതാണ് നമ്മൾ ഈ ഹീറ്റ് ടൂൾസ്, അതുപോലെ ഹാർഷ് കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെയറിന് വല്ലാണ്ട് ഡാമേജ് സംഭവിക്കുന്ന സാധനങ്ങളാണ്. ഈ ഹീറ്റ് ടൂൾസിൽ വരുന്ന ഓവർ ഹീറ്റ് കാരണം നമ്മുടെ ഹെയർ ഡ്രൈ ആയി പെട്ടെന്ന് ബ്രേക്കേജ് ആയി പോകുന്നു. അതുപോലെ പെട്ടെന്ന് അതിന് തിന്നായി പോകുന്നു വല്ലാണ്ട് ഹെയർ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. നമ്മുടെ ഹെയറിൻ്റെ നാച്ചുറൽ ഷൈന് പോയി കിട്ടുക. നാച്ചുറൽ ഷൈനിങ് ഉണ്ടാകുകയില്ല. കാരണം നമ്മുടെ ഹെയറിൽ ഒരു നാച്ചുറൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നാച്ചുറൽ ഓയിൽ പോവുകയാണ് നമ്മളിങ്ങനെ ഹീറ്റ് ടൂൾസ് വെച്ചിട്ട് ഹെയർ ഹീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ പരമാവധി ഹീറ്റ് ചെയ്യുന്നത് കുറയ്ക്കുക. പരമാവധി ചെയ്യാതിരിക്കുന്നത് നല്ലത്. ഇടയ്ക്കൊക്കെ ചെയ്യുക. അല്ലാതെ നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർ എന്തായാലും ഈ ഹീറ്റ് ടൂൾസ് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ ലൈഫ് ടൈമിൽ നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫങ്ഷന് പോവുകയാണെങ്കിലോ എന്തിനു ജസ്റ്റ് ഒന്ന് ടൗൺ വരെ പോവുകയാണെങ്കിൽ കൂടെ മുടി നല്ല ഭംഗിയിൽ നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹീറ്റ് ചെയ്ത് ഒന്ന് റെഡി ആക്കിയിട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. അത് നിങ്ങൾ ഒരാഴ്ച മാറ്റം വരുത്തി നോക്ക്. ഹീറ്റ് ടൂൾസ് യൂസ് ചെയ്യുന്നതൊന്ന് കുറച്ച് നോക്ക്, നമ്മുടെ ഹെയറിൽ മാറ്റം വരും. അതുപോലെ തന്നെയാണ് ഹാർഷ് കെമിക്കൽസ്. നമ്മൾ വല്ലാണ്ട് കെമിക്കലായിട്ടുള്ള ഷാമ്പൂ, കണ്ടീഷണർ, അതുപോലെ സ്ട്രൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓരോ സ്പ്രേസും സിറംസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെയറിന് വല്ലാണ്ട് ഹാംഫുള്ളാണ്. ഇപ്പോൾ നമുക്ക് തന്നെ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു മരുന്ന് നമ്മളിങ്ങനെ അടുപ്പിച്ച് കഴിക്കുമ്പോൾ എന്താ വരുന്നത്, നമ്മുടെ കിഡ്നിയൊക്കെ അങ്ങ് അടിച്ചു തന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനും, നമ്മുടെ ഹെയറിൻ്റെ ഓരോ ലെയർ ഇങ്ങനെ പോയി ദ്രവിച്ചില്ലാണ്ടാവുക ചെയ്യുന്നത്. അങ്ങനെ എന്താവും, നമുക്ക് ഹെയർ ഗ്രോത്ത് തീരെ ഉണ്ടാകില്ല. പിന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഹെയർ വാഷ് ചെയ്തിട്ട് ഒരിക്കലും നല്ല ഹാർഡായിട്ട് നമ്മൾ ഹെയർ തോർത്തി കൊടുക്കരുത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ തൈര് കടയുന്ന തൊട്ട് നമ്മുടെ ഹെയർ ഒരിക്കലും തോർത്തരുത്. പതുക്കെ ജെല്ലി നമ്മളൊന്ന് ആക്കിക്കൊടുക്കും. നല്ല സോഫ്റ്റായിട്ടുള്ള ടവൽ യൂസ് ചെയ്തിട്ട് പതുക്കെ
ഹെയർ തോർത്തി കൊടുക്കണം. കാരണം ഒന്നാമത് നനഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ വല്ലാണ്ട് ദുർബലമായിപ്പോവും, അതിനൊട്ടും ബലം ഉണ്ടാകുകയില്ല. അപ്പോൾ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പോരുന്ന രീതിയിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് പതുക്കെ നമ്മൾ ഹെയർ തോർത്തി കൊടുക്കണം. പിന്നെ നല്ല പല്ല് അകലമുള്ള ചീർപ്പ് വേണം നമ്മുടെ ഹെയറിൽ നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ ആ ചീർപ്പ് വെച്ച് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഹെയറിന് നല്ലത്. അതുപോലെ തന്നെ നനഞ്ഞ് മുടി ഉണങ്ങാതെ ഒരിക്കലും തല കോമ്പ് ചെയ്യരുത്, ഹെയർ കോമ്പ് ചെയ്യാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഹെയർ ഫോൾ കൂടും. നമ്മുടെ സ്കാൽപ്പൊക്കെ അപ്പോൾ ആകെ സോഫ്റ്റായിട്ടിരിക്കുകയല്ലേ. അപ്പം നമ്മൾ കോമ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ മുറിവുണ്ടാകാനും അതുപോലെ ഇങ്ങനെ ആ മുറിവ് പിന്നെ ഉണങ്ങലായി ഇങ്ങനെ ഓരോ ഇതൊക്കെ വന്ന് പിന്നെ അവിടെ ഡാൻഡ്രഫ് വരാനും ഒക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് നനഞ്ഞ മുടി ഒരിക്കലും കോമ്പ് ചെയ്ത് കൊടുക്കരുത്. അതുപോലെ തന്നെ മുടി ഉണങ്ങാതെ കിടന്നുറങ്ങരുത്. അതുകൊണ്ട് രാത്രി തല നനയ്ക്കുന്നവരും ശ്രദ്ധിക്കാതെ ഉണക്കാൻ നോക്കുക. കുറച്ച് നേരത്തെ കുളിച്ച് കിടന്നാൽ അങ്ങ് ഉണങ്ങുമല്ലോ. മുടി ഉണങ്ങാതെ ഒരിക്കലും ഉറങ്ങരുത്. അപ്പോൾ അവിടെ ഹെയർ ലോസ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ അടുത്താണ് പില്ലോ കവർ യൂസ് ചെയ്യുന്നത്. നല്ല ഹാർഡായിട്ടുള്ള ഈ എന്താ പറയുക, അത്രയും ഇതായിട്ടുള്ള ഇതല്ലേ, ഈ ചകിരിനാര് പോലത്തെ പില്ലോ കവറില്ലേ, അത് യൂസ് ചെയ്ത് ഒരിക്കലും നമ്മൾ ഉറങ്ങരുത്. കാരണം അതായിട്ട് നമ്മളിങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ഹെയറിന് വല്ലാത്ത ഇടങ്ങേറാണ്. അതിലിങ്ങനെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങനെ തിരിഞ്ഞൊക്കെ അല്ലേ കിടക്കുക. അപ്പോൾ തിരിയും തോറും നമ്മുടെ ഹെയർ വല്ലാണ്ട് ഇറിറ്റേറ്റിംഗ് ആവുന്നുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ഹെയർ ഫോൾ കൂടാനും ഹെയർ ലോസ് വരാനും നമുക്ക് ഡാൻഡ്രഫൊക്കെ കൂടാനുള്ള ചാൻസും കൂടുന്നു. പിന്നെ ഇതെല്ലാം നോക്കി ഞാനിപ്പോൾ പറഞ്ഞ മസാജിങ് ചെയ്യുന്നുണ്ട്, വീക്കിലി വൺസ് ഒക്കെ ഒനിയൻ ജ്യൂസ് വെച്ചൊക്കെ മസാജ് ചെയ്യുന്നുണ്ട്, അല്ല ഹെയർ മാസ്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ പറഞ്ഞ ഓയിൽ മസാജ് ചെയ്യുന്നുണ്ട്, ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല പല്ലകലുള്ള ചീർപ്പാണ് യൂസ് ചെയ്യുന്നത്, നനഞ്ഞ മുടി ചീകുന്നില്ല, നല്ല പില്ലോ കവർ വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. പിന്നെന്താ നനഞ്ഞ മുടി തോർത്തി കൊടുക്കുന്നത് വളരെ പതിയെയാണ്. അതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രിം ചെയ്ത് കളയുന്നുണ്ട്. ഈ ഹീറ്റ് ടൂൾസും അതുപോലെ ഹാർഷ് കെമിക്കൽസും ഒക്കെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടും ഹെയർ ഗ്രോത്ത് ഇല്ല. എന്ത് ചെയ്യും? എന്താ കാരണം? നമ്മൾ ആ കാരണം കണ്ടെത്തണ്ടേ. നമ്മൾ ആ സാധനം എന്താ കണ്ടെത്താണ്ട് നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതെന്താന്ന് കണ്ടെത്തണ്ടേ. അത് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. ഹെയർ കെയർ ചെയ്യുന്നുണ്ട്, ഹെയർ ടിപ്സ് ചെയ്യുന്നുണ്ട്, ഹെയർ ഗ്രോത്ത് ഹാക്സ് ചെയ്യുന്നുണ്ട്. അതിൽ മസാജിങ്ങും മാസ്കും അതുപോലെ നല്ല പല്ലകലുള്ള ചീപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹെയറിന് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറം കെയർ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നേ ഇല്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഈ ഹെയർ ഗ്രോത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ സിങ്ക് റിച്ച് ഫുഡുകളുടെ കുറവ്, അതുപോലെ ജലാംശത്തിൻ്റെ കുറവൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഹെയർ ഗ്രോത്ത് വരാതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ പ്രോട്ടീൻ സിങ്ക് റിച്ച് ഫുഡുകൾ നമ്മുടെ ഫുഡിൽ അപ്ലൈ ചെയ്യണം, ഫുഡിൽ കൂടുതലായിട്ട് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൂടുതൽ പ്രോട്ടീൻ സിങ്ക് റിച്ച് ഫുഡുകൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ആഡ് ചെയ്യണം. അതുപോലെ നല്ലപോലെ വെള്ളം കുടിക്കണം. ഇപ്പോൾ അതിന് പറ്റിയ ഫുഡുകൾ സ്വീറ്റ് പൊട്ടറ്റോ, അവക്കാഡോ, നട്ട്സ്, ബെറീസ്, സീഡ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ കിട്ടുന്ന ഈ ചെറുപയർ മുളപ്പിച്ചത്, അതുപോലെ വൻപയർ മുളപ്പിച്ചത്, അങ്ങനത്തെയൊക്കെ ഉണ്ടാവുമല്ലോ. നല്ല നല്ല പയർ വർഗ്ഗങ്ങളും പച്ചക്കറികളും ഫ്രൂട്ട്സും നട്ട്സും അതൊക്കെ നമ്മുടെ ഫുഡിൽ നമ്മൾ ആഡ് ചെയ്യുക. അതുപോലെ മുട്ട കഴിക്കുക, ഒക്കെ നല്ലതാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിലും കൂടെ അതിനുള്ള പോഷകങ്ങൾ കിട്ടിയാലേ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും.
അതുപോലെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശവും വേണം. നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെയറിലും നമ്മുടെ സ്കിന്നിലും ഒക്കെ അറിയും. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ വെള്ളം കുടിക്കണം. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 100% ഹെയർ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ 11 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ആ 11 കാര്യങ്ങൾ ഞാൻ നോക്കി ഉറപ്പ് വരുത്തിയിട്ടുള്ളത് എനിക്ക് നല്ല എൻ്റെ ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.